ചിക്കമംഗ്ലൂരിൽ കാണാതായ മലയാളി പെൺകുട്ടിയായിട്ടുള്ള ശ്രീനന്ദയുടെ ബോഡി കണ്ടുകിട്ടി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹത ആരോപിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ, കേരളത്തിൽ നിന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ബാക്കിയുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ പൂർത്തീകരിക്കുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർണാടക പോലുള്ള സ്ഥലമായതുകൊണ്ടും ഡ്രഗ്സിൻ്റെ കുറേ കാര്യങ്ങളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യത്തിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് വീട്ടുകാർ ആരോപിച്ച കുറേയധികം കാര്യങ്ങളുണ്ട്, ദുരൂഹതകളുണ്ട്. 5:20 7-ാം തീയതി ഒരു സെൽഫി എടുക്കുന്നു, അതിൽ കൃത്യമായിട്ട് കുട്ടിയുണ്ട്. അതിനുശേഷം 10 മിനിറ്റിന് ഇടവേളയിൽ 5:30 കുട്ടിയെ മിസ്സാവുന്നു. ആ ടൈമിൽ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ പോലീസിൽ നിന്ന് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രീതികളാണ്, കുട്ടികളാണ്, അവർക്ക് വല്ല റിലേഷൻസും കാണും, അങ്ങനെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിലാണ് ആദ്യത്തെ ഒരു രീതി വന്നതെന്ന് പറയുന്നത്. പിന്നീട് കേരളത്തിൽ നിന്നുള്ള പ്രഷർ ചെലുത്തപ്പെട്ടതിനെ തുടർന്ന് 2-ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു അന്വേഷണമൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത്. ആ അന്വേഷണത്തിൽ ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ് കയറി ചെല്ലുന്ന ഒരു കടയുണ്ട്, കടയുടെ മുന്നിലാണ് ചെന്ന് നിന്നതെന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ലോക്കൽസിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസുകാർ തയ്യാറായില്ലെന്നുള്ളതാണ് വീട്ടുകാരുടെ പരാതി. അതിലപ്പുറത്തേക്ക് ആ പെൺകുട്ടി മിസ്സായതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇതിനിടയിൽ ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടെ ഉണ്ടായിരുന്ന ഇത്രയും പേര് 40 അടക്ക സംഘമാണ് പോയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അത്രയും ദൂരം ആ പെൺകുട്ടി പോകാനുള്ള ചാൻസ് ഇല്ല ഈ ഒരു കുറഞ്ഞ ഇടവേളയ്ക്കുള്ളിൽ എന്ന് പറയുന്നുണ്ട്. ആ ബോഡി കണ്ടുകിട്ടിയ സ്ഥലം അത്തരത്തിലാണ്. അതിലപ്പുറത്തേക്ക് ഇന്നലെ അന്വേഷണം നടന്ന സ്ഥലത്ത് എങ്ങനെ കുട്ടിയുടെ ബോഡി വീണ്ടും വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ രാത്രി കൊണ്ടിട്ടതാവാന്നൊക്കെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നതാണ്. നാട് അല്ലെങ്കിൽ കർണാടകയെക്കുറിച്ച് ഈ പറയുന്ന കണക്ക് അവിടുത്തെ ആൾക്കാരുടെ രീതി അല്ലെങ്കിൽ ഡ്രഗ്സ് ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ കേട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ ഇതിൻ്റെ അവസാനം പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന ഒരു ചെറിയ സെക്കൻഡിൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് എത്രമാത്രം വലിയൊരു നഷ്ടമാണ് വരുത്തി വെക്കുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഏതോ ആവട്ടെ, ഈ കേരളം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം കേരളത്തിനോടൊപ്പം സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലെന്ന് തന്നെ പറയണം കൃത്യമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ കണ്ണിനൊപ്പം ആരുടെയും കണ്ണ് കൂടെ ഉണ്ടാവത്തില്ല. അത് ആണായാലും പെണ്ണായാലും, പെണ്ണാവുമ്പോൾ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റാക്സ് എന്തൊക്കെയോ കൂടിയ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുമെന്ന് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം അത്രയും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഒരു ചെറിയ അശ്രദ്ധ അല്ലെങ്കിൽ ചെറിയ ഇടവേളയിൽ ഉണ്ടാവേണ്ടിയിരുന്ന ആ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഇപ്പം വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു വിഷമത്തിൽ ആ കുടുംബത്തിന് അല്ലെങ്കിൽ പേരൻസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇനിയുള്ള ആൾക്കാരെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന എവിടെ ടൂറിന് പോയാലും എവിടെ എന്തിനു പോയി കഴിഞ്ഞാലും മക്കളെ കൂടെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരും നോക്കാൻ വരില്ല.